BJP ഏത് വിഭാഗമാകട്ടെ അവർക്കൊക്കെ എന്തറിയാം. ഞാൻ നേരത്തെ കോതുനായരെ പറഞ്ഞതുപോലെ നമ്മൾ വർഗീയതയുടെ വാദം പാറുമ്പോൾ തന്നെ ആരിഫീങ്ങളുടെയും മഹാന്മാരെയും കേന്ദ്രങ്ങൾ, അജ്മീർ ഹാജ തങ്ങളുടെ പിന്നെ ദർബാർ, നിസാമുദ്ദീൻ ഔലിയ തങ്ങളുടെ ദർബാർ, ഏർവാടി ബാദ്ശാ തങ്ങളുടെ ദർബാർ, അമ്പലം ഖുദ്സുബാൻ മൗലവി തങ്ങളുടെ ദർബാർ, മാനവ സൗഹാർദ്ദത്തിന്റെ, മാനവികതയുടെ, ജാതി മത വർഗ വർണ്ണ ഭേദമെന്നെ അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ നമ്മുടെ പിന്നെ മുത്തലിബ് സാഹിബ് ഒരു ആയത്ത് സൂചിപ്പിച്ചു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഉത്തർപ്രദേശിലെ സമ്പൽ ലോക്സഭാ മണ്ഡലത്തിലെ BSPയുടെ സ്ഥാനാർത്ഥിയായി BJPക്കെതിരെ മത്സരിച്ച് 1 ലക്ഷം വോട്ടിന് പലതവണ വിജയിച്ച UPയുടെ ട്രാൻസ്പോർട്ടേഷൻ മിനിസ്റ്ററൊക്കെ ആയിരുന്നു അദ്ദേഹം, ഷഫീഖുർ റഹ്മാൻ ബർക്ക്. അദ്ദേഹം ലോകസഭയിൽ വന്ദേ മാതരം ചൊല്ലിയപ്പോൾ ധീരനായി ഇറങ്ങിപ്പോന്ന അദ്ദേഹത്തെ ഞാൻ ഡൽഹിയിൽ പലവട്ടം കാണുകയും സംസാരിക്കുകയും ചെയ്ത് കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അതേപോ 88ാമത്തെ വയസ്സിൽ വീണ്ടും BJPന്റെ സ്ഥാനാർത്ഥിനെ തോൽപ്പിച്ചിട്ട് ലോകസഭയിലുണ്ടായി. ലോകസഭയിൽ പിന്നെ MP ആയിരിക്കാണ് മരണപ്പെടുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ MP ആണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ. അപ്പോ അദ്ദേഹം അവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉറുദു സ്പീച്ച് ഞാനാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഉറുദു സ്പീച്ചിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെ മുത്തലിബ് സാഹിബ് പറഞ്ഞ ആയത്തിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ഭിത്തിയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ ഏകവാക്യം, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമുദായത്തെയും ഒരു വിഭാഗത്തെയും അല്ലാഹു ഒരിക്കലും പരിവർത്തിപ്പിക്കൂല, അവർ സ്വയം മാറാതെ. അത് ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ആ കോവിലാകുമ്പോ പിന്നെ പാർലമെന്റിൽ അത് എഴുതി വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സുൽത്താനുൽ ഹിന്ദ് അത്താഉർ റസൂൽ ഖാജ ഖരീബ് നവാസ് തങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സുൽത്താനുകൾ അവിടെ ആരെ കൊണ്ടുവരണ്ടെന്നുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് വളരെ മോശപ്പെട്ട രീതിയിൽ പരാജയപ്പെട്ടു. അവിടുത്തെ ഖാദിമിനോട് പറഞ്ഞതാണ്. ആ സന്ദർഭത്തിൽ ഇന്ദിരാഗാന്ധി അജ്മീരിൽ ചെന്നിട്ട് സങ്കടം പറഞ്ഞു, രാത്രി 12 മണിക്ക് ശേഷം എനിക്ക് ആ ദർഗയെന്ന് ഒറ്റക്ക് തുറന്നു തരണം. അന്ന് ഫാറൂഖ് ചിസ്തിയാണ് കേരള ഹൗസ്, ഇന്നത്തെ ഹസൻ ചിസ്തിയുടെ പിതാവ്. അവര് തുറന്നു കൊടുത്തു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങളവിടെ ഇരുന്നോളി, നിങ്ങൾ തീരുമാനിക്കാറ്. ഖാജാ ഖാന്റെ ദർഗയിൽ ഇരുന്നു കൊണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഒന്നിരിക്കൽ എന്നെ മരിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു മടക്കമുണ്ടെങ്കിൽ, എനിക്കും എന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒരു തിരിച്ചുവരവുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. എനിക്കറിയാം ഇന്ത്യയുടെ അധികാരം ഇവിടെയാണ്. ഓരോ റജബ് മാസത്തിലും പിന്നെ അക്ബർ റോഡ് 24ലെ AICC ആസ്ഥാനത്ത് നിന്നും ചാദർ പട്ടുപോകുന്നുണ്ട്. നരേന്ദ്രമോദിയും പട്ട് കൊടുത്തേക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. അജ്മീർക്ക് ഓൽക്കും അറിയാം, ഇന്ത്യൻ നെല്ലിക്കളിൽ അജ്മീറിലെ പട്ടണം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ജോലിക്കാർക്ക് അറിയാത്തുള്ളൂ. അപ്പൊ അവിടെ ഇരുന്ന സമയത്ത് അവിടുന്ന് കാണിച്ചു കൊടുത്തതാണ് കൈപ്പത്തി. ആദ്യം നിങ്ങൾക്കറിയാം, ഒരു പശുവിന്റെ പാല് പിടിക്കുന്ന ചിഹ്നമായിരുന്നു കോൺഗ്രസിന്റെ. രണ്ടാമത് അജ്മീർ ഹാജി തങ്ങൾ കാണിച്ചു കൊടുത്തതാണ് ഈ കൈപ്പത്തി. പിന്നീടാണ് രാജകീയമായി കോൺഗ്രസ് തിരിച്ചു വരുന്നത്. വീണ്ടും 400-ലധികം വർഷം അള്ളാഹുവിന് വേണ്ടി സാഷ്ടാംഗം ചെയ്ത ആ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർത്തപ്പോ വീണ്ടും സുൽത്താനുൽ ഹിന്ദ് അത് തിരിച്ചു കാണിച്ചു കൊടുത്തു. ഇപ്പോഴും അവർ തിരിച്ചറിവിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അവസ്ഥ. അള്ളാഹു നല്ലൊരു നേതൃത്വം നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ പിന്നെ സമുദായത്തിനും കൊടുക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരാണ് അധികാരം കൈയാളുന്നത്. നമ്മളത് ഉറപ്പിച്ചവരാണ്.